കുണ്ടന്നൂരിൽ ഇന്ന് രാവിലെ തീപിടിച്ച സ്കൂൾ വാഹനത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക പരിശോധന പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഫോഴ്സിന്റെ 2015 മോഡൽ ടെമ്പോ ട്രാവലറാണ്. പെട്ടെന്നാണ് ഈ വാഹനത്തിൽ തീപിടുത്തമുണ്ടായത്. ഈ രീതിയിൽ കത്തിക്കരിഞ്ഞു പോവുകയും ചെയ്തു. രാവിലെ സ്കൂളിൽ നിന്ന് കുട്ടികളെ എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് വാഹനം. കുണ്ടന്നൂർ ജംഗ്ഷനിലെത്തുന്നതിന് മുൻപ് തന്നെ ഡ്രൈവർക്ക് വാഹനത്തിന്റെ ഡാഷ്ബോർഡിന് താഴെ നിന്ന് തീയും പുകയും വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ വാഹനം ഒതുക്കുന്നത്. അവരൊക്കെ പുറത്തിറങ്ങി അപ്പം തന്നെ സ്പ്ലിറ്റ് ആയി, ഭയങ്കരമായിട്ട്. അപ്പം തന്നെ ഗ്ലാസ് ഒക്കെ പൊട്ടിത്തെറിച്ച്. അപ്പോൾ എല്ലാവർക്കും പേടിയായി. ടാങ്കർ, ഗ്യാസ് ടാങ്ക് ഉണ്ടല്ലോ, അതിന് വല്ലതും പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇതായി. അപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. പിന്നെ ടാങ്കർ വണ്ടി, വാട്ടർ വണ്ടി ടാങ്കർ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനടുത്തിട്ട് ഞങ്ങൾ മാക്സിമം അണക്കാൻ നോക്കി. പിന്നെ ഫയർഫോഴ്സ് ഒക്കെ പിടിയെന്ന് വന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ വാഹനത്തിന്റെ മറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ ഈ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ട്, മറ്റെല്ലാ രേഖകളുമുണ്ട്. ഒരു സ്കൂൾ വാഹനത്തിന് വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വാഹനം കത്തി നശിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ ദുരന്തമാണ് ഒഴിവായത്. അപ്പോഴും നമുക്ക് മുന്നിലുള്ള ചോദ്യം, ഈ ഫിറ്റ്നസ് ഉള്ള ഈ വാഹനം എങ്ങനെ തീപിടിച്ചു എന്നതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പ്രാഥമികമായി പറയുന്നത്. എന്തുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു, അത് എങ്ങനെ തടയാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഒരു അജ്ഞാതമായി തന്നെ തുടരുകയാണ്. ക്യാമറമാൻ സുജോയ് എഡ്വേർഡിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.